ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ വീഡിയോ ഇടുന്നത് രാത്രിയായിരിക്കും, പക്ഷേ എനിക്ക് ഗുഡ് മോർണിംഗ് ആണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. സൺഡേ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ദിവസം. സൺഡേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവധി ദിവസമാണ്. അവധി ദിവസം ഇക്കാക്കോ എനിക്ക് അവധിയുള്ള ദിവസം. കുഞ്ഞുമോള് ഭയങ്കര ഹാപ്പിയാണല്ലോ. അങ്ങനത്തെ അവൾ മുന്നിൽ തുള്ളി തുള്ളി ചാടി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ രാവിലെ തന്നെ ഞങ്ങൾ ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇറച്ചിക്കടയിലോട്ടാണ് നേരെ പോയത്. ഞങ്ങൾ 3 പേരും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കപ്പയും ഇറച്ചിയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണേ. വീട്ടിൽ പോകുന്ന വഴിക്ക് ആൾക്ക് എൻ്റെ വീട് കണ്ടപ്പോൾ അവിടെ ഇറങ്ങുന്നത് വാശിയായിട്ടോ. അങ്ങനെ ആളെ അവിടെ ചാടിച്ചിട്ട് ഞാനും ഇക്കായും കൂടി ഒറ്റയ്ക്കാണ് പിന്നെ വീട്ടിലോട്ട് പോയത്. കുഞ്ഞുമോളെ ഒറ്റ ദിവസമാണ് കാണാൻ കിട്ടുന്നുള്ളെങ്കിലും അവൾക്ക് അവിടെ നിൽക്കാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഇന്ന് എഴുന്നേറ്റല്ലോ എന്ന് വിചാരിച്ചിട്ട്. സൺഡേ ആയതുകൊണ്ട് ഒരു ദിവസം ഉറങ്ങാനാണ് നമുക്ക് പറ്റിയേയില്ല കേട്ടോ. അങ്ങനെ ഇക്കാളൂടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ആളിതാ ഫോണിൽ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. ഒരു സൺഡേ കിട്ടിയ ഞാനിങ്ങനെയാണ് ഇക്കാനെ ചുറ്റിപ്പറ്റി അങ്ങനെ അങ്ങ് നിൽക്കും. കുഞ്ഞുമോളുണ്ടായിരുന്നെങ്കിൽ അവളും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. വന്ന വഴിക്ക് ചായക്ക് പൊറോട്ടയായിരുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ പൊറോട്ട എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ദിവസമാണ്. വീട്ടിലിരിക്കുന്ന ദിവസമാണല്ലോ നമുക്കിതെല്ലാം ഒന്ന് ആസ്വദിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സമയം ഒട്ടും ഇല്ലെങ്കിലും ഞാനെല്ലാം ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മുറി വൃത്തികേടാക്കി അലങ്കോലമാക്കി ഞാൻ വലിച്ചു വാരി ഇപ്പോൾ ഇട്ടിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. കട്ടിലിൻ്റെ അടിയും അലമാരുടെ അടിയും അങ്ങനെ ഭയങ്കര പൊടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നേ. അപ്പോൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ദിവസങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തിരക്കിട്ടതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സമയമെടുത്ത് ചെയ്യാമല്ലോ. അങ്ങനെ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തീർത്ത് അടിച്ചു വാരലും തുടയ്ക്കലും എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി വെക്കാനുണ്ടായിരുന്നേ. ഉച്ചയ്ക്ക് ചോറ് കഴിക്കണമെങ്കിൽ കറി തന്നെ വേണമല്ലോ. അങ്ങനെ മോരുകറി വെക്കാനുള്ള പ്ലാനിൽ ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് തേങ്ങ ചിരുവുന്നതാണ് ഏറ്റവും പാടുള്ള പണി. പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞാൻ പോയി വീഡിയോസ് എടുത്ത് കുളിച്ച് റെഡിയായി ഞങ്ങളിതാ പുറത്ത് പോവാണ് കേട്ടോ. പുറത്ത് പോകുന്നത് വേറെ ഒന്നിനല്ല, കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കാനുണ്ടായിരുന്നേ. സൺഡേ കിട്ടിയാൽ പിന്നെ ഒന്നിന് സമയം തികയത്തില്ല ഗൈസ്. ഞങ്ങളിത് അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, കാല് കുത്താൻ പോലും സ്ഥലമില്ലാതെ ഭയങ്കര തിരക്കായിരുന്നു. വേറെ ഒന്നല്ല, ബാക്ക് ടു സ്കൂളിൻ്റെ ഷോപ്പിംഗ് ആണ്. ഞങ്ങൾക്ക് പിന്നെ ഈ വർഷം അതില്ലാത്തത് കൊണ്ട് വളരെ സമാധാനമുണ്ട് കേട്ടോ. ഈ വർഷമല്ല, അടുത്ത വർഷമാണ് കുഞ്ഞുമോൾക്ക് സ്കൂളിൽ വിടുന്നത്. അപ്പം ഞങ്ങളും ഉണ്ടാവും ഇതുപോലെ തന്നെ. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗും എല്ലാം ഒരുവിധം ഒതുക്കി ഞങ്ങൾ നേരെ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ആ കാണുന്ന വലിയ മീനാണ് ഞങ്ങൾ മേടിച്ചത്, പകുതിയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നേരെ ഫ്രൂട്ട്സ് കടയിലെത്തി. ഫ്രൂട്ട്സും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ. മീൻ പൊരിച്ച് ഇക്കാക്ക് ചോറ് കൊടുത്തതിന് ശേഷം വാങ്ങിയ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഞാൻ നോക്കുവാണ് കേട്ടോ. ഓരോന്നോരോന്ന് ബക്കറ്റിൽ അടുക്കി പറക്കി ഒതുക്കി വയ്ക്കാറുണ്ടെങ്കിൽ പിന്നെ ആ കാര്യത്തിന് നമുക്ക് ഒരു ബേജാറാവേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഈ സോപ്പ് പൊടിയും സോപ്പും എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാലിയായി ടിന്നൊക്കെ നിറച്ച് വയ്ക്കലാണ് പിന്നെ അടുത്ത ജോലി എന്ന് പറയുന്നത്. ആ നിറഞ്ഞിരിക്കുന്ന ടിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് ഗൈസ്. കാലിയാകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ നിറച്ചിട്ടുണ്ടേ. ഈ അടുത്ത മാസത്തേക്കാണ് ഇതൊക്കെ നിറയ്ക്കേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഇക്കാക്കും ചോറ് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡും കഴിച്ച് നേരെ വന്നപ്പോൾ കാണുന്ന കാഴ്ച ഗൈസ്, കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. മാത്രമല്ല എനിക്ക് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ളതുകൊണ്ട് ഇതൊന്നും ചെയ്യൽ നടക്കൂല. അപ്പോൾ പാത്രങ്ങളും എല്ലാം കഴുകി അടുക്കളയൊക്കെ സെറ്റാക്കിയ ശേഷമാണ് ഞാൻ കിടന്നുറങ്ങിയത്. പിന്നെ കുറേ തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇക്കാക്കും ചോറ് കൊടുത്ത് ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ ബൈ.